ഈജിപ്തും സൊമാലിയയും തമ്മിലുള്ള സമീപകാല പ്രതിരോധ കരാറിൽ എത്യോപ്യയ്ക്ക് ആശങ്ക കൂടുന്നു. എന്തുകൊണ്ടാണ് ഈജിപ്ത് സൊമാലിയ സഖ്യത്തിൽ എത്യോപ്യയ്ക്ക് ഇത്രയധികം അസ്വസ്ഥതയുണ്ടാകുന്നത്? ഹോൺ ഓഫ് ആഫ്രിക്ക മേഖലയിൽ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ അഡിസ് അബബെ, അതായത് എത്യോപ്യയുടെ തലസ്ഥാനം, തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഈജിപ്തും സൊമാലിയയും. സൊമാലിയൻ പ്രസിഡന്റ് ഹസൻ ഷെയ്ഖ് മുഹമ്മദ് ഈജിപ്ഷ്യൻ തലസ്ഥാനത്ത് നടത്തിയ സന്ദർശനത്തിനിടെ കെയ്റോയും മൊഗാദിഷുവും, അതായത് സൊമാലിയയുടെ തലസ്ഥാനവും സുരക്ഷാ കരാറിൽ ഒപ്പുവെച്ചു. കരാറിന്റെ അധികം വിശദാംശങ്ങൾ പരസ്യമാക്കിയിട്ടില്ലെങ്കിലും ഈജിപ്തിൽ നിന്ന് മൊഗാദിഷുവിൽ ഈജിപ്ഷ്യൻ C-130 സൈനിക വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക സാമഗ്രികളുടെ വരവ് കരാറിന്റെ ആദ്യ പ്രായോഗിക നടപടിയാണെന്ന് കെയ്റോയിലെ സൊമാലിയൻ അംബാസിഡർ അലി അബ്ദി അവെയർ പറയുന്നുണ്ട്. ഇതോടെ പിരിമുറുക്കം വീണ്ടും രൂക്ഷമായി. കരാറിന്റെ ആദ്യ പ്രായോഗിക നടപടിയാണെന്ന് കെയ്റോയിലെ സൊമാലിയൻ അംബാസിഡർ അലി അബ്ദി അവെയർ പറയുന്നുണ്ട്. ഇതോടെ പിരിമുറുക്കം വീണ്ടും രൂക്ഷമായി. കരാർ പ്രകാരം ഡിസംബർ 31 ശേഷം ഈജിപ്ഷ്യൻ സൈന്യത്തെ, അതായത് 5000 ഈജിപ്ഷ്യൻ സൈനികരെ സൊമാലിയയിലേക്ക് വിന്യസിക്കും. എന്തായാലും ഹോൺ ഓഫ് ആഫ്രിക്കയിൽ തങ്ങളുടെ സ്വാധീനം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈജിപ്തിൽ നിന്ന് അത്തരം പദ്ധതികളെക്കുറിച്ചോ അല്ലെങ്കിൽ സൊമാലിയയിലേക്ക് സൈനിക ഉപകരണങ്ങൾ അയക്കുന്ന കാര്യത്തെക്കുറിച്ചോ കെയ്റോ ഒരു ഒഫീഷ്യൽ സ്ഥിരീകരണം ഇതുവരെ നടത്തിയിട്ടില്ല. സ്വന്തം പ്രദേശത്തിനടുത്ത് ഈജിപ്ഷ്യൻ സൈന്യം ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു ചിന്ത എത്യോപ്യയിൽ ആശങ്ക ഉയർത്തുകയാണ്. മേഖലയെ അസ്ഥിരതപ്പെടുത്താൻ മറ്റുള്ളവർ നടപടികൾ സ്വീകരിക്കുമ്പോൾ രാജ്യത്തിന് വെറുതെ നിൽക്കാനാവില്ലെന്ന് അഡിസ് അബബയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയും ഇറക്കി. ഇന്ന് 3 ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന 2 പ്രധാന തർക്കങ്ങളാണുള്ളത്. ആദ്യത്തെ തർക്കം എത്യോപ്യയും ഈജിപ്തും തമ്മിലുള്ളതാണ്. നൈൽ നദിയുടെ പ്രധാന പോഷക നദിയായ ബ്ലൂ നൈലിൽ എത്യോപ്യ $4 ബില്യൺ മുടക്കി അണക്കെട്ട് പണിയുന്നതിനെ ചൊല്ലിയാണ് ഈ തർക്കം. എത്യോപ്യ തങ്ങളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്തില്ലെങ്കിൽ വെള്ളത്തിലും ജലസേചന വിതരണത്തിലും വിനാശകരമായ സ്വാധീനം ചെലുത്തുമെന്ന് ഈജിപ്ത് ഭയപ്പെടുന്നുണ്ട്. എത്യോപ്യ അണക്കെട്ട് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. രണ്ടാമത്തെ തർക്കം എന്ന് പറയുന്നത് എത്യോപ്യയും സൊമാലിയയും തമ്മിലുള്ളതാണ്. സൊമാലിയയിൽ നിന്ന് 30 വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച സൊമാലിലാൻഡിനെ സംബന്ധിച്ചാണ് ഈ തർക്കം. എത്യോപ്യ ഒരു മെറൈൻ ഫോഴ്സ് ബേസ് സ്ഥാപിക്കുന്ന സൊമാലിയലാൻഡിൽ ഒരു സ്ഥലം പാട്ടത്തിന് എടുക്കാനും എത്യോപ്യയ്ക്ക് ചെങ്കടലിലേക്ക് പ്രവേശിക്കാനുമുള്ള നിരന്തരമായ ശ്രമങ്ങളെ തടയാൻ സൊമാലിയ ശ്രമിക്കുന്നുണ്ട്. പകരമായി എത്യോപ്യ സൊമാലിലാൻഡിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുമെന്നാണ് പറയുന്നത്. സൊമാലിലാൻഡ് 30 വർഷങ്ങൾക്ക് മുമ്പ് സൊമാലിയയിൽ നിന്ന് സ്വതന്ത്രമായെങ്കിലും ആഫ്രിക്കൻ യൂണിയനോ ഐക്യരാഷ്ട്രസഭയോ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി സൊമാലിലാൻഡിനെ അംഗീകരിച്ചിട്ടില്ല. ഒപ്പം സൊമാലിയ ഇപ്പോഴും സൊമാലിലാൻഡിനെ അതിന്റെ പ്രദേശമായി കാണുകയും ചെയ്യുന്നു. അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ളതും രാജ്യത്തുടനീളമുള്ള മാരകമായ ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളുമായ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പായ അൽ ഷബാബിനെതിരായ പോരാട്ടത്തിൽ 2007 മുതൽ സൊമാലിയൻ ഫെഡറൽ ഗവൺമെന്റിന് ആഫ്രിക്കൻ യൂണിയൻ സമാധാന സേനയുടെ പിന്തുണയുണ്ട്. AU സമാധാന സേനാംഗങ്ങൾ പോയതിനു ശേഷവും ഉഗാണ്ട, ബുരുണ്ടി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികർ ഉഭയകക്ഷി കരാറുകൾ പ്രകാരം തുടരാമെന്നുമാണ്. എത്യോപ്യ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായേക്കാവുന്ന സംഭവ വികാസങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണെന്ന് പ്രഖ്യാപിക്കുകയും പ്രാദേശിക സ്ഥിരത ഇല്ലാതെയാക്കാൻ സൊമാലിയ ഒത്തുകളിക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. സൊമാലിയയിൽ ഈജിപ്ഷ്യൻ സൈന്യത്തെ വിന്യസിക്കുന്നതിനെതിരെ സൊമാലിലാൻഡും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹോൺ ഓഫ് ആഫ്രിക്ക മേഖലയെ കൂടുതൽ അസ്ഥിരതപ്പെടുത്തുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ എത്യോപ്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ സ്ഥിതി സംഘർഷഭരിതമായി തുടരുകയാണ്.